ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ മുന്നേ ഞാനൊരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അതുപോലെ തന്നെ കേക്ക് ഡെക്കറേഷനും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളും അരിപ്പയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് കൊക്കോ പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ബേക്കിംഗ് പൗഡർ ഒരു 1.5 ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളിത് 3 പ്രാവശ്യം ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരിച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ ഒരു 6 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിത് ഒരുപാട് കേക്കിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം പുതുതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കണം. നമുക്ക് പഞ്ചസാര ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ബീറ്റർ ലോ സ്പീഡിലാക്കാം. എന്നിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മുടെ എഗ്ഗ് മിക്സിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് കട്ട് ആൻഡ് ഫോൾഡിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഞാൻ മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് 1 kg പറഞ്ഞതുപോലെ തന്നെ ഞാനിവിടെ കോഫി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാ ചുടുവെള്ളത്തിൽ കോഫി പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. അതൊരു 1/4 കപ്പ് ഉണ്ട്. അതും കുറേശ്ശെയായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കോഫി മിക്സ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുക്കുക. മൈദയും കോഫിയും തീരുന്നത് വരെ ഫുള്ളായിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ വീഡിയോസ് ഞാൻ സ്പീഡാക്കുകയാണ്. നിങ്ങളിത് പതുക്കെ ചെയ്താൽ മതി കേട്ടോ. ഇനി ഞാനിവിടെ ഒരു 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മളെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പലരും ചോദിക്കുന്നതാണ് നമ്മൾക്കിത് സ്റ്റൗ ടോപ്പിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഫ്രൈ പാനിലോ താഴെ ഒരു കട്ടിയുള്ള പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത അവണിലേക്ക് ഒരു 30 മുതൽ 35 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഓവൺ അനുസരിച്ചിട്ട് ഈ ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പം 40-45 മിനിറ്റ് ഒക്കെ എടുക്കും കേട്ടോ. അപ്പോൾ നമ്മളെ കേക്കൊക്കെ ബേക്കായി ചൂടാറി. അതിനുശേഷം ഞാനിവിടെ 3 ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഞാനൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ കേക്ക് മൂവ് ആവാതിരിക്കാതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ വെക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്ന സിറപ്പിൽ എന്ന് പറയുന്നത് നമ്മുടെ ചെറി ഉണ്ടല്ലോ, ചെറി നമ്മളെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കുന്നതാണ്. അപ്പം നമ്മൾക്ക് ആ ചെറിയുടെയും കൂടെ ഫ്ലേവർ നമ്മളെ ഷുഗർ സിറപ്പിലേക്ക് ഇറങ്ങും. എന്നിട്ട് നമുക്ക് ആ ചെറി അങ്ങ് മാറ്റിയിട്ട് ആ വെള്ളം മാത്രം ഒന്ന് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ക്രീം അപ്ലൈ ചെയ്തു. എന്നിട്ട് ഒരു സ്പാച്ചില വെച്ച് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയും അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുക്കാം. അടുത്ത നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് നമ്മളെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയും ചോക്ലേറ്റും വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ ദാ നമ്മൾ തേർഡ് ലെയറും വെച്ചിട്ടുണ്ട്. അതും തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ പൈപ്പിംഗ് കവറിലാക്കിയിട്ട് നമ്മൾ ക്രീം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കൊരു സ്പാച്ചില വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഡെക്കറേഷൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് ക്രീമിൽ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിലായിട്ട് ഞാൻ താഴെ ഒരു ബോർഡർ കൊടുക്കുകയാണ്. ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡെക്കറേഷൻ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും കേക്ക് ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ലൈന് ഞാൻ യെല്ലോ ആണ്. അപ്പോൾ ഇതുപോലെ ഞാൻ 3 കളർ കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാം. ഇന്ന കേക്കിന് ഇന്നതുപോലെ തന്നെ ഡെക്കറേഷൻ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ 3 കളറായിട്ടുണ്ട്. പിങ്കും അതുപോലെ തന്നെ യെല്ലോ, ബ്ലൂ, ലൈറ്റ് ബ്ലൂ. അപ്പം ഈ ഒരു 3 കളർ വെച്ചിട്ട് ഞാനൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ഒരൊറ്റ തവണ നമ്മളിത് റൗണ്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നെയും ചെയ്താൽ നമ്മളെ കളറൊക്കെ ഒന്നാകെ മിക്സ് ആയിട്ട് പിന്നെ ഒന്നും കാണാനുണ്ടാവില്ല. എല്ലാം കൂടെ ഉണ്ട് മിക്സ് ആവും. ഇപ്പോൾ ഇത് 3 കളറായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് മുകളിലൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കളർ ആയതുകൊണ്ട് മിക്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ ഫുള്ളായിട്ട് ഫ്ലവറൊക്കെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി ഞാനിവിടെ നമ്മൾ റോസൊക്കെ വരക്കുന്ന ടിപ്പുണ്ടല്ലോ, പെറ്റൽസ് വരക്കണം. റോസിൻ്റെ പെറ്റൽസ് വരക്കുന്ന ടിപ്പാണ്. ഇതിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുള്ളത് 100ൻ്റെ 44 എന്നുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ പെറ്റൽസ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ മുന്നേ ഡെക്കറേഷനിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആയിട്ട് ഞാൻ ഫ്ലവർ എങ്ങനെ വരക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ പല കളറും എടുത്തിട്ട് ഇങ്ങനെ ഫ്ലവറൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ കസ്റ്റമറിന് ഇഷ്ടമുള്ളതുപോലെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇഷ്ടത്തിന് നമുക്ക് ഇതേപോലെയൊക്കെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊരു വേറെ ടിപ്പാണ് കേട്ടോ. ഇതുപോലെ ഒരു എന്താ പറയാന്നറിയില്ല, ഇതിപ്പോൾ നമ്പർ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്തത്. നമ്മളെ ഒരു സൂര്യകാന്തിയൊക്കെ പോലെ ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന ഒരു ഫ്ലവറാണ്. അപ്പോൾ അത് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇത് കേക്കിൽ ഫുള്ളായിട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഫുൾ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കേക്ക് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ റോസറ്റ വെച്ച് ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, പേര് എങ്ങനെ എഴുതുന്നുള്ളത്, പേര് എഴുതണമെങ്കിൽ ബർത്ത്ഡേ അതുപോലെ ആനിവേഴ്സറിക്കൊക്കെ എങ്ങനെ എഴുതുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു ചാർട്ട് പേപ്പറിൽ ഒരു കളർ ചാർട്ട് പേപ്പർ എടുക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പ് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിൽ പേര് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു ടൂത്ത് പിക്കിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കേക്കിലേക്ക് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ അറിയാത്തവർക്ക് ഇതിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ മുന്നേ ഞാൻ ചോക്ലേറ്റ് മോൾഡ്, സ്പെല്ലിംഗ് മോൾഡിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഞാൻ വേറെ ഒന്ന് ചെയ്തിട്ടുള്ളത് ജെൽ കളർ വെച്ചിട്ടുള്ള സ്പെല്ലിങ് പേര് എഴുതുന്നതാണ്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അതുപോലെ ഡെക്കറേഷൻ ചെയ്ത ഒരു വേറെ കേക്കിൻ്റെ ഫോട്ടോയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തിട്ട് വേണം കാണാനായിട്ട്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ.